ഹായ്, നമസ്കാരം. സഹകാരി റേസ് പ്ലസിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സ്വാഗതം. അപ്പോൾ സഹകാരി റേസ് പ്ലസിൻ്റെ മെൻ്റൽ എബിലിറ്റി ആൻഡ് റീസണിങ്ങിൻ്റെ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലോക്കുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ്. ക്ലോക്കുമായി ബന്ധപ്പെട്ട്, ക്ലോക്കിലെ കോണുകളുമായി ബന്ധപ്പെട്ട, അതിൻ്റെ പ്രതിബിംബവുമായി ബന്ധപ്പെട്ട്, അതിൻ്റെ സൂചികളുടെ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്ലോക്കുമായി ബന്ധപ്പെട്ട ക്ലാസ്സാണ്. എല്ലാ പേർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പ്രധാനപ്പെട്ട പോയിന്റ്സുകളെല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം മാക്സിമം നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യുക എന്നുള്ളതായിരിക്കണം നിങ്ങളെ ഒരു പ്രധാനപ്പെട്ട സ്ട്രാറ്റജി. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു സെക്ഷനിലേക്ക് നമുക്ക് പോവാം. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു ക്ലോക്കാണ്. ഈ ക്ലോക്കിൽ കുറേ സൂചികൾ, ടൈമൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ നമ്മൾ ഈ ക്ലോക്കുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ആംഗിൾസ് നമ്മൾ ഇക്വേഷനിലല്ല പറയുന്നത്, മറ്റൊരു മെത്തേഡിലാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു, ഇക്വേഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അവസാനത്തെ കുറച്ച് ഭാഗങ്ങളിൽ മാത്രം നമ്മൾ ഇക്വേഷൻ ഉപയോഗിക്കുന്നു, ബാക്കിയുള്ളതിലൊന്നും നമ്മൾ അങ്ങനെ എന്ത് ചെയ്യുന്നില്ല, ഇക്വേഷൻ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ക്ലോക്കിലെ സൂചികൾ കറങ്ങുന്നത് ഏതാകൃതിയിലായിരിക്കും? ഇനി ക്ലോക്ക് ചതുരാകൃതിയാണെങ്കിലും ശരി തന്നെ സൂചികൾ കറങ്ങുന്നത് വൃത്താകൃതിയിലായിരിക്കും എന്നുള്ളത് ഓർക്കുക. അപ്പോൾ വൃത്താകൃതിയാണ് എങ്കിൽ ഒരു സൂചി ഈ 12 നിന്ന് കറങ്ങി ഏകദേശം തിരിച്ച് 12 വരെ എത്തുമ്പോൾ എത്ര ഡിഗ്രി കറങ്ങും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും 360 ഡിഗ്രി കറങ്ങും എന്ന് പറയാൻ പറ്റും, അല്ലേ? അപ്പോൾ ഒരു സൂചി 12 നിന്ന് ഇങ്ങനെ കറങ്ങി തിരിച്ച് 12 വരെ എത്തുമ്പോൾ സൂചി എത്ര ഡിഗ്രി കറങ്ങി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വട്ടം പൂർണ്ണമായി കറങ്ങുമ്പോൾ 360 ഡിഗ്രിയാണ് തിരിയുന്നത് എന്ന് പറയാം. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് ഓരോ 5 മിനിറ്റിൻ്റെയും കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. നോക്കിക്കോ, നമുക്ക് ഒരു സൂചി ഈ 12 നിന്ന് 1 വന്നു എന്ന് വിചാരിച്ചോളൂ. 12 നിന്ന് 1 വരുമ്പോൾ എത്ര ഡിഗ്രി തിരിഞ്ഞു എന്ന് പറയാം. ഇപ്പം നിങ്ങൾ നോക്കിക്കേ, 360 എത്ര തുല്യ ഭാഗങ്ങളായിട്ട് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 തുല്യ ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. 12 തുല്യ ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു കോണ് അല്ലെങ്കിൽ ഒരു ഭാഗം എന്ന് പറയുന്നത് എത്രയെന്ന് കിട്ടും? 30 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഒരു സൂചി 12 നിന്ന് 1 വരുന്നു. ഇനി ഏത് സൂചിയാണെങ്കിലും ശരി തന്നെ 12 നിന്ന് 1 വരുന്നു, അല്ലെങ്കിൽ ഓരോ 5 മിനിറ്റ് എന്നോ ഇത്രയും ദൈർഘ്യം, അല്ലേ? ദൈർഘ്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ കൃത്യമായ 1നും 2നും ഇടയിൽ, അല്ലെങ്കിൽ 2നും 3നും ഇടയിൽ, 3നും 4നും ഇടയിൽ എത്ര ഡിഗ്രി ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പറയാം. എത്ര ഡിഗ്രി ഉണ്ട്? അത് 30 ഡിഗ്രി കോണാണ് എന്ന് പറയാം. 30 ഡിഗ്രിയാണ് സൂചി തിരിയുന്നത് എന്ന് പറയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2 എണ്ണമായി നമുക്ക് 12 നിന്ന് എവിടത്തേക്ക് എത്തി? 2 എത്തി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 30 × 2 എത്ര? 60 ഡിഗ്രി ആണെന്ന് പറയാം, അല്ലേ? 60 ഡിഗ്രി ആണെന്ന് പറയാം. ഇതാണ് എൻ്റെ സെറ്റപ്പ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമുക്കറിയാം ഓരോ ഭാഗവും എത്ര ഡിഗ്രിയാണ്? 30 ഡിഗ്രിയാണ്. ഇനി നോക്കിക്കേ, ഇനി നമുക്ക് ഈ 1 മിനിറ്റിന്റെ ഗ്യാപ്പ് പറയാം. നോക്കി, ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് 1 മിനിറ്റിന്റെ ഗ്യാപ്പാണ്. 1 മിനിറ്റ് മാത്രം ഇവിടെ പറയാം. ഈ 9ന്റെ ഇവിടെ പറയാം. ഈ 1 മിനിറ്റിന്റെ ഗ്യാപ്പ് പറയാം. ഓക്കെ, 1 മിനിറ്റ്, ഇത്ര ഗ്യാപ്പിനെ പറ്റി പറയാം. ഓക്കെ, അപ്പൊ നമുക്കറിയാം 9 നിന്ന് 10 സൂചി എത്താൻ 30 ഡിഗ്രി വേണമെന്നും, എങ്കിൽ ഈ ഭാഗം മാത്രം സഞ്ചരിക്കാൻ, അല്ലെങ്കിൽ 1 മിനിറ്റ് ദൈർഘ്യത്തിൽ സഞ്ചരിക്കുവാൻ നമുക്ക് എത്ര ഡിഗ്രി ആയിരിക്കും? 30 ഭാഗം 5 എത്ര? 6 ഡിഗ്രി ആണെന്ന് പറയാം. അപ്പോൾ ഇത്രയും ഭാഗം എത്രയാണ്? 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രിയാണ്? 6 ഡിഗ്രിയാണ് എന്ന് പറയാൻ പറ്റും, അല്ലെ? 1 മിനിറ്റ് 6 ഡിഗ്രി. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ ഞാൻ പറഞ്ഞോളൂ. ഓരോ 5 മിനിറ്റും എത്ര ഡിഗ്രി ആണെന്ന് പറഞ്ഞു? 30 ഡിഗ്രി ആണെന്നും, അതുപോലെ തന്നെ ഓരോ മിനിറ്റും എത്ര ഡിഗ്രി ആണെന്നും പറഞ്ഞു? 5 ഡിഗ്രി ആണെന്നും പറഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ ആദ്യമായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോണുകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ തന്നെയാണ്. ആദ്യത്തെ സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഒരു ചെറിയ പടം വരച്ചാണ് മിക്കുള്ള ക്വസ്റ്റ്യന് നമ്മൾ ആൻസർ ചെയ്യാൻ പോകുന്നത്. ഇക്വേഷൻസ് പറയുന്നില്ല. ഇക്വേഷൻ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് എന്താണ് ഇക്വേഷൻ വേണം എന്നുള്ളവർക്ക് നമുക്ക് എന്ത് ചെയ്യാം? ലൈവിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും, കേട്ടോ. അപ്പോൾ നമുക്ക് എന്താണ്, ഇപ്പോൾ എൻ്റെ ഒരു 3 മണി ക്ലോക്കിലെ മിനിറ്റ്, മണിക്കൂർ സൂചികൾ തമ്മിലുള്ള കോണളവ് എത്ര? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 3 മണിയാണെന്ന് പറയുന്നു. 3 മണിയാണെങ്കിൽ ക്ലോക്കിലെ മിനിറ്റ്, മണിക്കൂർ സൂചികൾ തമ്മിലുള്ള കോണളവ് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, 3 മണി ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കാം. ഈ കാണുന്നതാണ് 3 മണി, അല്ലേ? എന്ത് ചെയ്തു? ഞാൻ കൃത്യമായിട്ട് 3 മണി വരച്ചു, അല്ലേ? 3 മണിയാണ്, 3 മണി വരച്ചു.
അപ്പോൾ മണിക്കൂർ സൂചി ഇതാണ് മിനിറ്റ് ഹാൻഡ് അല്ലേ. അപ്പോൾ ഇവർ തമ്മിലുള്ള കോണുകൾ എത്ര ഡിഗ്രി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര ഡിഗ്രി? ഇത്രയും ഭാഗം 30, ഇത്രയും ഭാഗം 30, ഇത്രയും ഭാഗം എത്ര? 30. അങ്ങനെ 3 30കൾ ചേരുമ്പോൾ എത്ര ഡിഗ്രി എന്ന് പറയാം? 90 ഡിഗ്രി എന്ന് പറയാം. ഓക്കെ, 3 മണിയാണെങ്കിൽ എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി എന്ന് പറയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അപ്പോൾ നമുക്ക് 3 മണിയാണെങ്കിൽ നമ്മൾ എത്ര ഡിഗ്രി എന്ന് പറഞ്ഞു? 90 ഡിഗ്രി എന്ന് പറഞ്ഞു. എങ്കിൽ എൻ്റെ അടുത്തൊരു ചോദ്യം ഇതാണ്, ടൈം 4 മണിയാണെങ്കിൽ എത്ര ഡിഗ്രി സൂചികൾ തമ്മിലുള്ള കോണളവ് എത്രയെന്നാണ് ചോദിക്കുന്നത്. 4 മണിയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, 4 മണി ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. 4 മണി എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആയിരിക്കും അല്ലേ. 4 മണി എന്ന് പറയുമ്പോൾ സൂചികൾ ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, 4 മണിയിൽ സൂചികൾ തമ്മിലുള്ള കോണളവ് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്രയെന്ന് പറയും? 30, 60, എന്താണ് 90, 120. 30 × 4 ഉണ്ട് 120. അപ്പോൾ ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത് എന്താണ്? ഒന്നുകിൽ 3 മണി, അല്ലെങ്കിൽ 4 മണി, അല്ലെങ്കിൽ 5 മണി, 6 മണി, 7 മണിയൊക്കെ നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു പ്രശ്നം നോക്കുക, ഇനി നമുക്ക് മിനിറ്റ് കൂടി വരികയാണ് എങ്കിൽ ഇപ്പോൾ 7 മണി ചോദിച്ചാലും നമുക്ക് ചെയ്യാൻ പറ്റും. 7 മണിയാണെങ്കിൽ എത്ര ഡിഗ്രി ആയിരിക്കും? നമുക്കറിയാം 7 മണി എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആയിരിക്കും അല്ലേ. 1 2 3 4 5 5 × 30 എത്ര ഡിഗ്രി? 150 ഡിഗ്രി നമ്മൾ ഈസി ആയിട്ട് നമ്മൾ ചെയ്യും. ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നമ്മൾ എന്ത് ചെയ്യും? നമുക്കത് ചെയ്യാൻ പറ്റും. എന്നാൽ എൻ്റെ ചോദ്യം നോക്കിയേ, 12:20 കോണളവ് എത്ര? 12:20. ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ ഇനി അങ്ങോട്ട് നമുക്കിത് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ശ്രദ്ധിച്ച് തന്നെ ഇരിക്കുക. 12:20 കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ മിനിറ്റ് കൂടി ഉണ്ട്. മിനിറ്റ് കൂടി ഉള്ളപ്പോഴാണ് നമുക്ക് കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മളിത് ചെയ്യേണ്ടി വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 12:20 പോകാം. 12:20 ഞാൻ ജസ്റ്റ് 12:20 എന്ന് വരയ്ക്കാം. 12:20 എന്ന് പറയുമ്പോൾ മണിക്കൂർ സൂചി ഞാൻ ജസ്റ്റ് 12 തന്നെ വരയ്ക്കാം. 12 അല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. എന്നാലും ഞാൻ എന്ത് ചെയ്തു? മണിക്കൂർ സൂചി 12 തന്നെ വരച്ചു. ഇവിടെ 20 വരച്ചു. 20. ഓക്കെ, 12:20. ഓക്കെ, 12:20 ഞാൻ എന്ത് ചെയ്തു? കറക്റ്റ് 12 തന്നെ വരച്ചു. 12 അല്ല ശരിക്കും സംഭവിക്കുന്നത് നമുക്കറിയാം, അത് പിന്നീട് പറയാം. 12:20 ആകുമ്പോൾ നമുക്കറിയാം എത്ര? 1 2 3 4. അപ്പോൾ 4 × 30 എത്ര? 120 ഡിഗ്രി എന്ന് പറഞ്ഞു. നോക്ക്, അത് 120 ഡിഗ്രി എന്ന് പറഞ്ഞു. 12:20 നമ്മൾ സഞ്ചരിക്കാം. നമ്മൾ പറയുന്നത് 12:20. പക്ഷെ നിങ്ങളൊന്ന് നോക്കിക്കേ, ശരിക്കും 12:20 ആവുമ്പോൾ ശരിക്കും 12:20 ആവുമ്പോൾ ഈ സൂചി എങ്ങോട്ടാണ് നിൽക്കുന്നത്? ഈ സൂചി കുറച്ച് ഇങ്ങോട്ട് വരണം. മണിക്കൂർ സൂചി കുറച്ച് എന്ത് ചെയ്യും? ഇങ്ങോട്ട് വരും ഇല്ലേ. 12 നിൽക്കുന്ന സൂചി കുറച്ച് ഇങ്ങോട്ട് വരും. ഇങ്ങോട്ട് വരില്ലേ? അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന കോണിനെക്കാട്ടിൽ ഇപ്പോഴും കോൺ എന്താ ചെയ്തു? ചെറുതായി. ആദ്യം ഉണ്ടായിരുന്നതിനെക്കാട്ടി നമ്മൾ ആലോചിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ വാച്ചിലെടുത്ത് നമ്മൾ കൃത്യമായിട്ട് നോക്കിയാൽ മതി. ഇവിടെ നമുക്ക് ഇവിടെ നിൽക്കുന്നത് 12:20 നമ്മൾ വരച്ചത്. 12:20 12ലും 20ലും ആണെങ്കിൽ 4ലും ആണെങ്കിൽ 120 ഡിഗ്രി ആയിരിക്കും. പക്ഷെ ഇവിടെ ശരിക്കും സംഭവിച്ച പോയിന്റ് എന്താണ് നമുക്ക് നോക്കാം. ഇവിടെ സൂചി എന്ത് ചെയ്തു? സൂചി അല്പം ചെറുതായല്ലേ. സൂചി അല്പം ചെറുതാന്ന് പറഞ്ഞാൽ സൂചി ഇവിടെ നിൽക്കുന്ന 12 നിൽക്കുന്ന സൂചി എങ്ങോട്ട് വന്നു? നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. സൂചി എങ്ങോട്ട് വന്നു? ഇങ്ങോട്ട് മാറി അല്ലേ. സൂചി നോക്കിയാൽ കറക്റ്റായിട്ട് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും അല്ലേ. സൂചി എന്ത് ചെയ്തു? ഇവിടെ ഇരുന്ന സൂചി എന്ത് ചെയ്തു? കുറച്ച് ഇങ്ങോട്ട് പോയി അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും? ഇവിടെ ഉണ്ടായിരുന്ന ഈ വലിയ കോൺ എന്ത് ചെയ്തു? കുറച്ച് ചെറുതായി മാറി അല്ലേ. ഈ വലിയ കോൺ എന്ത് ചെയ്തു? കുറച്ച് ചെറുതായി മാറി അല്ലേ. കൃത്യമായിട്ട് അത് കാണാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കോൺ എന്ത് ചെയ്തു? ചെറുതായി. അപ്പോൾ അങ്ങനെ കോൺ ചെറുതായി എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എന്ത് ചെയ്യണം? മിനിറ്റിന്റെ പകുതി നമ്മൾ എന്താ ചെയ്യേണ്ടത്? മിനിറ്റിന്റെ പകുതി നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ കോണ് ചെറുതായെങ്കിൽ മിനിറ്റിന്റെ പകുതി ആയിട്ടുള്ള 12:20 20 എന്ന് പറയുന്ന മിനിറ്റിന്റെ പകുതി ആയിട്ടുള്ള 10 നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് കുറച്ച് ആൻസർ 110 ഡിഗ്രി എന്ന് പറയണം. ഓക്കെ, അപ്പം ഞാൻ ഒരിക്കൽ കൂടി ഞാൻ ഈ പ്രോബ്ലം നമ്മൾ ചെയ്യും. കോണ് ചെറുതാവുമ്പോൾ മിനിറ്റിന്റെ പകുതി കുറയ്ക്കുക, കോണ് വലുതാവുമ്പോൾ എന്ത് ചെയ്യുക? മിനിറ്റിന്റെ പകുതി കൂട്ടുക. അപ്പം നമുക്ക് നോക്കാം 12:20. അപ്പം ഞാൻ എന്ത് ചെയ്തു? ആദ്യം 12ലേക്ക് ഒരു സൂചി വരച്ചു, പിന്നെ ഞാൻ എന്ത് വരച്ചു? 20 വരച്ചു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് 12:20 ആണ്. അപ്പോൾ നമുക്ക് 12ലും 20ലും വെച്ച് നമുക്ക് 120 ഡിഗ്രി വരാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. പക്ഷേ ഇവിടെ ശരിക്കും സംഭവിക്കുന്ന കാര്യം നോക്കൂ. നേരത്തെ ഞാൻ പറഞ്ഞു, ഇവിടെ ശരിക്കും സംഭവിക്കുന്നത് ഈ 12ലല്ല നമ്മൾ സൂചി നിൽക്കുന്നത്. 12:20 എന്ന് പറയുമ്പോൾ സൂചി കുറച്ച് ഇങ്ങോട്ട് വരും അല്ലേ. സൂചി ഇങ്ങോട്ട് വരും. അപ്പം എന്ത് സംഭവിച്ചു? കോണ് ചെറുതായി.
ആദ്യം ഉണ്ടായിരുന്ന വലിയ കോണിനെക്കാട്ടിൽ എന്ത് ചെയ്തു? കോൺ ഇപ്പൊ ചെറുതായി, ഇത്രത്തോളം മൈനസ് ആയിട്ടുണ്ട് അല്ലേ? കോണ് ചെറുതായി അല്ലെ? കോണ് ചെറുതാവുമ്പോൾ മിനിറ്റിന്റെ പകുതി മൈനസ് ചെയ്യണം. മിനിറ്റിന്റെ പകുതി, മിനിറ്റ് ഇവിടെ എന്ന് പറയുന്നത് 20 അതിന്റെ പകുതി ആയിട്ടുള്ള 10 നമ്മൾ മൈനസ് ചെയ്ത് എത്ര കിട്ടി? 110 ഡിഗ്രിയാണ് ആൻസർ എന്ന് പറയാൻ പറ്റും. 1-2 ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളത് സെറ്റ് ആവും. ഇപ്പൊ നോക്ക്, മറ്റൊരു സമയം കൂടി ഞാൻ പറയാം. ഇപ്പൊ ഞാനിപ്പോ ചെയ്തത് 12:20 ഞാൻ ചെയ്തത്. ഇനി എന്ത് ചെയ്യാം? നമുക്ക് ഒരു 4:45 നോക്കാം. 4:45 ഒന്ന് ചെയ്ത് നോക്കാം. അപ്പം എന്ത് ചെയ്യും? കുറച്ച് സെറ്റ് ആവും. 4:45 എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? ഞാൻ എന്ത് ചെയ്യും? ഒരു സൂചി 4 വരയ്ക്കും, മറ്റേ സൂചി എന്തിൽ വരയ്ക്കും? 45 വരയ്ക്കും. 4 വരച്ചു, 45 വരച്ചു. ഇനി നോക്കിയേ, 1 2 3 4 5 5 ഉണ്ടല്ലേ? 5 അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 5 × 30 എത്ര? 150 ഡിഗ്രി നമ്മൾ എഴുതും. പക്ഷെ നിങ്ങൾ നോക്കിയേ, ശരിക്കും 150 ഡിഗ്രി ആയിരിക്കുമോ? ശരിക്കും 150 ഡിഗ്രി അല്ല. എന്തുകൊണ്ട് 150 ഡിഗ്രി അല്ല? ഈ 4 നിൽക്കുന്ന സൂചി 4:45 ആവുമ്പോൾ ഏകദേശം 5 അടുത്ത് വരില്ലേ? 4:45 എന്ന് പറയുമ്പോൾ 4 സൂചി നിൽക്കുന്നതല്ല, 4:45 അടുത്ത് വരും. അതായത് 5 അടുത്ത് വരും. അപ്പോൾ എന്ത് സംഭവിച്ചു? ഈ കോണ് 4:45 എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഏകദേശം ഇങ്ങോട്ട് വന്നല്ലേ? 4:45 എന്ന് പറയുമ്പോൾ അവിടെ എന്ത് ചെയ്തു? കോണ് ചെറുതാകുകയാണ് ചെയ്തത്. എടാ, കോണ് ചെറുതായ നമുക്കിവിടെ 150 ഡിഗ്രി കിട്ടി. കോണ് ചെറുതായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? മിനിറ്റിന്റെ പകുതി മൈനസ് ചെയ്യണം. അപ്പൊ 45ന്റെ പകുതി നമുക്കറിയാം 22.5 ഡിഗ്രി നമ്മൾ ഇതിൽ നിന്ന് മൈനസ് ചെയ്യണം. 150-ൽ നിന്ന് 22.5 എന്ന് എഴുതിയാലും മതി. 150-ൽ നിന്ന് 22.5 നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് മൈനസ് ചെയ്യണം. 150 മൈനസ് 22.5. അപ്പോൾ ഇവിടെ 0 ആണ്, ഇവിടെ 5 വരും. ഇവിടെ ഉള്ളത് 9 ആണ്. 9-ൽ നിന്ന് 2 പോകുമ്പോൾ 7 ആണ് വരുന്നത്. ഇവിടെ ഉള്ളത് 4 ആണ്. 4 2 എത്ര കിട്ടി? 2 കിട്ടി. 127. ആൻസർ ആയിട്ട് വരുന്നത് എങ്ങനെയായിരിക്കും? 127.5 ഡിഗ്രി ആണ് ആൻസർ എന്ന് പറയാൻ പറ്റും. കേട്ടോ, 150-ൽ നിന്ന് 22.5 പോയി 127. ഇനി നോക്ക്, ഒരൊറ്റ ചോദ്യം കൂടെ നോക്കാം. ഇപ്പൊ നമുക്ക് തരുന്ന സമയം 6:10 ആണെന്ന് വിചാരിച്ചോളൂ. നമുക്ക് 6:10-ൻ്റെതും കൂടെ നോക്കാം. 6:10 നമുക്കൊന്ന് ചെയ്ത് നോക്കാം. എത്രയാണ് നമ്മുടെ സമയം? 6:10 ആണ്. നമുക്ക് 6:10 നോക്കാം. എടാ, 6:10 നമുക്ക് കൃത്യമായിട്ടുള്ള കോണളവ് അറിയണം അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ആദ്യം 6-ലേക്ക് വരച്ചു. ഇത് എന്ത് ചെയ്തു? 10-ലേക്കും വരച്ചു. ഇതാണ് നമ്മളെ മിനിറ്റ് ഹാൻഡ്. ഇതാണ് നമ്മുടെ ഇത് മിനിറ്റ് ഹാൻഡ്, ഇത് നമ്മളെ അവർ ഹാൻഡ് ആണ്. ഓക്കെ, 6:10 വരച്ചു. 6:10 വരയ്ക്കുമ്പോൾ എത്രയായിരിക്കും? 1 2 3 4 ആകുമ്പോൾ എത്ര? 4 × 30 എത്രയും നമ്മൾ എഴുതും? 120 ഡിഗ്രി എന്ന് എഴുതും. എന്നിട്ട് ആക്ച്വലി 120 ഡിഗ്രി ആയിരിക്കും. ഈ 6:10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയേ, ഈ സമയം എങ്ങോട്ടാ പൊയ്ക്കൊണ്ടിരിക്കുന്നത്? മണിക്കൂർ സൂചി ഇങ്ങോട്ടാ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പൊ ഈ 6:10 ഈ ഇവിടെ നിൽക്കുന്ന സൂചി എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് 6:10 എന്ന് പറയുമ്പോൾ കുറച്ച് ഇങ്ങോട്ട് വരും. ഇങ്ങോട്ടല്ലേ? ഇങ്ങോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ഇവിടെ ഇത്ര ഉണ്ടായിരുന്ന കോണ് ഇത്രയായി വലുതായി. കോണ് വലുതായി. കോൺ എത്രത്തോളം വലുതായി? ഇതാ ഈ കാണുന്ന പോർഷൻ വലുതാകുകയാണ് ചെയ്തത് അല്ലേ? കോണ് വലുതാകുമ്പോൾ എന്ത് ചെയ്യണം? മിനിറ്റിന്റെ പകുതി നമ്മൾ പ്ലസ് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യണം? ഇവിടെ 120 ഡിഗ്രി നമുക്ക് കിട്ടിയായിരുന്നു. മിനിറ്റ് 10 ആണ്. 10ന്റെ പകുതിയായ 5 കൂട്ടി എത്ര ചെയ്യണം? 125 ഡിഗ്രി എന്ന് പറയണം. അപ്പോൾ കോണ് വലുതാകുമ്പോൾ മിനിറ്റിന്റെ പകുതി കൂട്ടുകയും കോണ് ചെറുതാകുമ്പോൾ മിനിറ്റിന്റെ പകുതി എന്ത് ചെയ്യണം? കുറയ്ക്കുകയും വേണം. നോക്ക്, ഒരെണ്ണം കൂടെ നമുക്ക് ചെയ്യാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതും കൂടെ ഞാൻ എന്ത് ചെയ്യത്തുള്ളൂ. അപ്പൊ എന്ത് ചെയ്യാം? അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ നന്നായിട്ടൊന്ന് ചെയ്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന സമയം എന്ന് പറഞ്ഞാൽ നമുക്ക് 9:20 നോക്കാം. 9:20 ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. 9:20 കേട്ടോ. 9:20 ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എടാ, 9:20 നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ എന്ത് ചെയ്തു? ഒരു സൂചി എവിടത്തേക്ക് വരച്ചു? 9-ലേക്കും വരച്ചു. രണ്ടാമത്തെ സൂചി ഞാൻ എങ്ങോട്ടും വരച്ചു? 20-ലേക്കും വരച്ചു. 9:20 വരച്ചു വെച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് കോണുകളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം അല്ലേ? 9:20 ആകുമ്പോൾ 1 2 3 4 5 5 ഉണ്ട്. 5 × 30 നമ്മൾ എത്ര എഴുതും? 150 ഡിഗ്രി എഴുതി വെക്കും. ഇനി 9:20 എന്ന് പറഞ്ഞാൽ കറക്റ്റ് 9-ലായിരിക്കും സൂചി നിൽക്കുന്നത്? അല്ല, ഈ സൂചി കുറച്ച് മുകളിലോട്ട് വന്ന് ഏകദേശം പകുതിയോടടുത്തതായി ഇങ്ങനെ നിൽക്കും അല്ലേ? ഇങ്ങനെ നിൽക്കത്തില്ലേ? അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? കോണ് വലുതാകുകയാണ് ചെയ്തത്. ഇവിടെ ഉണ്ടായിരുന്ന സൂചി എന്ത് ചെയ്തു? അങ്ങോട്ട് പോയപ്പോൾ കോണ് വലുതായി. കോണ് വലുതായാൽ മിനിറ്റിന്റെ പകുതി കൂട്ടുക. മിനിറ്റ് എത്രയാണ്? 20 ആണ്. അതിന്റെ പകുതിയായ 10 കൂട്ടി എത്രയെന്ന് പറയും? 160 ഡിഗ്രിയാണ് 9:20-ലെ കോണളവ് എന്ന് പറയാം. കണ്ടോ?
അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കാനുള്ള ഇത്രയേ ഉള്ളൂ. കോണ് വലുതാകുന്നു എങ്കിൽ മിനിറ്റിന്റെ പകുതി കൂട്ടുക, കോണ് ചെറുതാകുന്നു എങ്കിൽ എന്ത് ചെയ്യുക, മിനിറ്റിന്റെ പകുതി കുറയ്ക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ അത് എന്ത് ചെയ്യുക, ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ പറയുന്ന കോണളവുമായി ബന്ധപ്പെട്ട ഒരു 4 ക്വസ്റ്റ്യൻ ആണ് ഞാൻ ചെയ്തത്. നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. 2, 3, 4, 5, 6 ക്വസ്റ്റ്യൻസ് വരെ നിങ്ങൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. ഇനി എൻ്റെ അടുത്തൊരു ചോദ്യമാണ്, നല്ലൊരു ചോദ്യമാണ്. 3 മണിക്കും 4 മണിക്കും ഇടയിൽ ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾ ഒന്നിക്കുന്ന സമയം എന്ത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇത് വളരെ ശ്രദ്ധാപൂർവം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ചെയ്യേണ്ട ഒരു പ്രോബ്ലമാണ്. ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾ ഒന്നിക്കുന്ന സമയം. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഒന്നിക്കുന്നത് ഒരേ ദിശയിൽ വരുന്നത്, അല്ലെങ്കിൽ എതിർ ദിശയിൽ വരുന്നത്, അല്ലെങ്കിൽ 90 ഡിഗ്രി വരുന്ന കാര്യമൊക്കെ പറയണം. ഇപ്പോൾ മിനിറ്റ് മണിക്കൂർ സൂചികൾ ഒന്നിക്കുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? ഒന്നിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ മണിക്കൂർ സൂചി ഞാൻ റെഡ് കളറിലും മണിക്കൂർ സൂചി ഞാൻ റെഡ് കളറിലും, ഇത് നമ്മളെ മണിക്കൂർ സൂചി. ഇനി നമ്മളെ മിനിറ്റ് സൂചി ഉണ്ടല്ലോ, മിനിറ്റ് സൂചി ബ്ലൂ കളറിലും പറയാം. ഓക്കെ, ബ്ലൂ കളറിലും. ഇപ്പോൾ ഇതാണ് മണിക്കൂർ മിനിറ്റ് സൂചികൾ ഒന്നിക്കുന്നതും ഒരേ ദിശയിൽ വരുന്നതും, ഒന്നിക്കുന്നതും ഒരേ ദിശയിൽ വരുന്നതുമാണ് ഈ കാണുന്നത്. അപ്പോൾ ഒന്നിക്കുന്നതും ഒരേ ദിശയിൽ വരുന്നതും ഇങ്ങനെ ഇരിക്കും. ഇനി അടുത്ത പറയാൻ പോകുന്നത് എതിർ ദിശയിൽ വരുന്നത്. എതിർ ദിശയിൽ വരുന്നതിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അപ്പോൾ എതിർ ദിശയിൽ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എന്താണ്, മിനിറ്റ് സൂചി മണിക്കൂർ സൂചിയൊക്കെ ഒന്ന് വരയ്ക്കാം. ഇപ്പോൾ 1 12 വരച്ചു, ഇത് 12. ഇത് അടുത്തത് മിനിറ്റ് സൂചി ഞാൻ എന്താണ്, ബ്ലൂ കളറിൽ വരയ്ക്കാം കേട്ടോ. ഇതെന്താണ്, എതിർ ദിശയിൽ വരുന്നത്. എന്താണ്, എതിർ ദിശയിൽ വരുന്നത്. ഇനി നേരത്തെ പറഞ്ഞു ഒന്നിക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 0 ഡിഗ്രി, ഒന്നിക്കുക എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രി. ഇനി എതിർ ദിശയിൽ വരിക എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി. അത് കഴിഞ്ഞ് നമുക്കിനി 90 ഡിഗ്രിയും കൂടെ ഉണ്ട്. അത് നമുക്ക് വരുന്ന ക്വസ്റ്റ്യങ്ങൾ വരുമ്പോൾ നമുക്ക് പറയാം. അപ്പം നമ്മൾ ആദ്യം പറയാൻ പോകുന്ന ചോദ്യം നല്ലൊരു ചോദ്യമാണ്. ഒരുപാട് തവണ നമുക്ക് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് പറയാൻ പോകുന്നത്. 3 മണിക്കും 4 മണിക്കും ഇടയിൽ ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾ ഒന്നിക്കുന്ന സമയം ഏത്? 3 മണിക്കും 4 മണിക്കും. ഇതിൻ്റെ ഇടയിൽ നമുക്ക് വരച്ചു കഴിഞ്ഞാൽ ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊരു ചെറിയ ഇക്വേഷൻ നമ്മൾ പഠിച്ചേ പറ്റൂ. ആ ഇക്വേഷൻ പഠിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മുന്നോട്ട് പോകാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് ഒന്നിക്കുന്ന സമയം എന്ത് എന്നാണ് ചോദിക്കുന്നത്. ഒന്നിക്കുന്ന സമയം എന്ത്? ഒന്നിക്കുന്ന സമയത്തെ നമുക്ക് എന്തെന്ന് പറയാം, 0 ഡിഗ്രി ആണെന്ന് പറയാം. ഒന്നിക്കുന്ന സമയമെന്നോ അല്ലെങ്കിൽ 0 ഡിഗ്രിയിൽ വരുന്നതോ എന്ന് ചോദിക്കാം. 0 ഡിഗ്രിയിൽ വരുന്നതോ എന്ന് ചോദിക്കാം. ഒന്നിൽ 3 മണിക്കും 4 മണിക്കും ഇടയിൽ ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾ ഒന്നിക്കുന്ന സമയം ഏതെന്നോ അല്ലെങ്കിൽ 0 ഡിഗ്രിയിൽ വരുന്ന സമയം ഏതെന്നോ ചോദിക്കാം. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ നമ്മൾ പഠിക്കണം. നമ്മൾ പഠിക്കേണ്ട ഇക്വേഷൻ ഇതാണ്, 60a/11. ഓരോന്നും എന്താണെന്ന് പറഞ്ഞുതരാം. ആൻസർ 60a/11 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇക്വേഷൻ പഠിച്ചേ പറ്റത്തുള്ളൂ. ഒന്നിക്കുന്ന, അതായത് 0 ഡിഗ്രി വരുന്ന ഇക്വേഷനാണ് ഞാൻ ഈ പറഞ്ഞത്, 60a/11. അപ്പോൾ ഇതിനകത്തൊരു എ എന്ന് പറയുന്ന ഒരു സമയം കിടപ്പുണ്ട്. അപ്പോൾ 3 to 4 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 3 to 4 എന്ന് പറയുമ്പോൾ ആദ്യം വരുന്ന സമയത്തിനെയാണ് നമ്മൾ എ എന്ന് പറയുന്നത്. ആദ്യം വരുന്ന സമയത്തിനെ നമ്മൾ എന്ത് പറയും, എ എന്ന് പറയും. എന്താ നമ്മുടെ ഇക്വേഷൻ, 60a/11 എന്നാണ് നമ്മുടെ ഇക്വേഷൻ. എന്താ എ എന്ന് പറഞ്ഞാൽ? എ എന്ന് പറഞ്ഞാൽ ആദ്യം വരുന്ന സമയം. അപ്പോൾ 3 മണിക്കും 4 മണിക്കും ഇടയിൽ എന്താണ് നമ്മളെ സൂചികൾ ഒന്നിക്കുന്ന സമയം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 0 ഡിഗ്രി വരുന്ന സമയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് കൊടുക്കുക, 60a/11. അതിൽ എ ആരാണ്? 3 ആണ് അല്ലേ. അപ്പം നമുക്കൊന്ന് ചെയ്തു നോക്കാമേ. നമുക്ക് ആൻസർ എത്ര കിട്ടും നോക്കാമല്ലോ. 60 × 3/11. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആൻസർ പറയാം. എങ്ങനെ നമ്മൾ ചെയ്യും? 60 × 3 നമുക്ക് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 180/11. എന്ത് ചെയ്യുക, മിക്സർ ഫ്രാക്ഷനിലോട്ട് മാറ്റാം. 180നെ 180/11, ഒരു 11 ബാക്കി 7 70 ആണ്, 6 66 അല്ലേ, 4 ആണ് ശിഷ്ടം. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? ഇങ്ങനെ നമ്മൾ പറയണം, 3 മണി കഴിഞ്ഞ് എത്രയാവും? നമുക്കിവിടെ കിട്ടിയ ആൻസർ 16 എത്ര? 4/11 എന്ന് പറയണം. 4/11
മിനിറ്റ് എന്നാണ് ആൻസർ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ എക്സാക്റ്റ് ആൻസർ ആണ് നമ്മൾ പറയുന്നത്. എന്താണ് 3 മണിക്കും 4 മണിക്കും ഇടയിൽ ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾ ഒന്നിക്കുന്ന കൃത്യസമയം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയേണ്ടത് 3 മണി 16 4/11. എങ്ങനെയാണ് നമ്മൾ ചെയ്തത്? ഒരിക്കൽ കൂടി ഞാൻ ചെയ്യും, അത് ശ്രദ്ധിച്ചിരിക്കുക. നമ്മുടെ ഇക്വേഷൻ ഇതാണ്. 0 ഡിഗ്രി അല്ലെങ്കിൽ ഒന്നിക്കുന്ന ടൈം എന്ന് പറയുമ്പോൾ ഇക്വേഷൻ 60a/11. എന്താ എ? 3നും 4നും എന്ന് പറയുമ്പോൾ ആദ്യം വരുന്ന സമയത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എ എന്ന് പറയുന്നത്. അപ്പൊ എന്തുവാ നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് ഇങ്ങനെയാണ്. 60 × 3/11. അപ്പോൾ 180/11 എന്ന് വരും. 180/11, 180നെ നമ്മൾ 11 കൊണ്ട് ഭാഗിക്കുന്നു. ഒരു 11, ബാക്കി 7 70, 6 എത്ര? 66, ശിഷ്ടം 4. ആൻസർ 3 മണി. എത്ര? 3 മണി. നമുക്ക് ഇവിടുന്ന് ആൻസർ എത്ര? 16 4/11. ഇതാണ് ആ എക്സാക്ട് ടൈം എന്ന് പറയുന്നത്. കണ്ടോ, എക്സാക്ട് ടൈം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് ഒരു ചോദ്യം കൂടി നമുക്ക് നോക്കാം. 5 മണിക്കും 6 മണിക്കും ഇടയിൽ ക്ലോക്കിലെ എന്താണ് മിനിറ്റ് മണിക്കൂർ സൂചികൾ ഒന്നിക്കുന്ന സമയം. അപ്പം എന്ത് ചെയ്യും? നമ്മളെ ഇക്വേഷൻ 60a/11 ആണ്. എ ആരാണ്? 5 മണിക്കും 6 മണിക്കും ഇടയിൽ എന്ന് പറയുമ്പോൾ എ എന്ന് പറയുന്നത് ആദ്യം വരുന്ന സമയം. അപ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്? നമ്മൾ ചെയ്യുന്ന എത്രയേ ഉള്ളൂ? 60 × 5/11 അല്ലേ? 5 അല്ലേ? അപ്പോൾ എന്ത് പറയണം? 300/11 ആണ്. 300/11 എന്ന് പറയുമ്പോൾ എന്താണ്? 300നെ നമുക്ക് 11 കൊണ്ട് ഡിവൈഡ് അല്ലേ? 300/11 നമ്മൾ ചെയ്യുന്നു. 2 22 8 8 അല്ലേ? 8 അല്ല, 8 0. ഓക്കെ, 8 0 ആണ് വരുന്നത്. അപ്പോൾ എന്ത് വരും? 7 ആണ് വരുന്നത്. 7 77 പോയിട്ട് ബാക്കി 3 ആണ് ശിഷ്ടം. അപ്പോൾ ആൻസർ എന്ത് പറയണം? ആൻസർ ഇങ്ങനെ പറയണം അല്ലേ? എന്താണ്? 5 മണി കഴിഞ്ഞ് എത്ര മിനിറ്റ് എടുക്കും? 27 എത്ര? 3/11 എന്ന് ആൻസർ ഉണ്ടോ? പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞത്? 5 മണിക്കും 6 മണിക്കും ഇടയിൽ ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾ ഒന്നിക്കുന്ന സമയം എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? അത് എന്താണ് 60a/11 എന്നുള്ള ഇക്വേഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇക്വേഷൻ ഒരു കാരണവശാലും മറന്നു പോകല്. 60a/11 എന്നാണ്. 60a/11 ആണ്, മറന്നു പോകണ്ട. 60a/11. ഓക്കെ, ഇനി നോക്കിയേ, ഒരൊറ്റ കാര്യമാണ് പറഞ്ഞോട്ടെ. മണിക്കൂർ എന്താണ്? ഒരു ദിവസം 24 hours. ഒരു ദിവസം മണിക്കൂർ സൂചികളും മിനിറ്റ് സൂചികളും എത്ര തവണ 0 ഡിഗ്രിയിൽ വരും, അല്ലെങ്കിൽ എത്ര തവണ ഒരേ ദിശയിൽ വരും, അല്ലെങ്കിൽ എത്ര തവണ ഒന്നിക്കുമെന്നോ ഒരേ ദിശയിൽ വരുമെന്നോ 0 ഡിഗ്രിയിൽ വരുമെന്നോ ചോദിച്ചു കഴിഞ്ഞാൽ അത് 24 ടൈംസ്. ഒരു ദിവസമാണ്. ഒരു ദിവസം എത്ര? 22 തവണ. 12 മണിക്കൂറിൽ എത്ര തവണ? 11 തവണ. അപ്പോൾ കൃത്യമായി ഓർത്തോണം. അപ്പോൾ എന്താണ് നമ്മളിവിടെ പറഞ്ഞത് കാര്യം നോക്ക്, വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരേ ദിശയിലെന്നോ 0 ഡിഗ്രിയിലെന്നോ അല്ലെങ്കിൽ ഒന്നിക്കുന്നതെന്നോ പറയുകയാണെങ്കിൽ ഇക്വേഷൻ 60a/11 എന്നാണ്. ഇനി ഒരു ദിവസം എത്ര തവണ ഇത് ഒന്നിക്കും, സൂചികൾ ഒന്നിക്കും അല്ലെങ്കിൽ 0 ഡിഗ്രിയിൽ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 22 ടൈംസ്, 22 തവണ. പ്രീവിയസ് ക്വസ്റ്റൻ ആണ്, ഓർക്കുക, മുമ്പ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. 22 തവണ ഒന്നിക്കും. ഓക്കെ, ഇനി അടുത്ത ചോദ്യം കൂടെ പറയാം. നമുക്ക് അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് 3 മണിക്കും 4 മണിക്കും ഇടയിൽ ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾ എതിർ ദിശയിൽ വരുന്ന എക്സാക്ട് ടൈം. എതിർ ദിശയിൽ വരുന്ന സമയത്തെക്കുറിച്ചാണ്. എതിർ ദിശ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അത് നേർരേഖയായിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും? 180 ഡിഗ്രി. നമുക്ക് പറയാൻ പറ്റുന്നത് 180 ഡിഗ്രി വരുന്ന സമയമാണ് നമ്മൾ പറയുന്നത്. അല്ലെങ്കിൽ നേർരേഖയിൽ വരുന്ന സമയത്തെ പറ്റി, അല്ലെങ്കിൽ സൂചികൾ നേർരേഖയിൽ വരുന്നു. എത്ര തവണ നേർരേഖയിൽ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേർരേഖയിൽ എന്ന് പറയരുത്, എതിർദിശ എന്ന് പറയണം കേട്ടോ. അപ്പോൾ എതിർദിശയിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 180 ഡിഗ്രി ആണെന്ന് പറഞ്ഞു. ഓക്കെ, ഒന്നിച്ചു വരുന്നു എന്ന് പറഞ്ഞില്ല, എതിർദിശയിൽ വരുന്നു, നേർരേഖയിൽ എന്ന് പറയരുത്. അപ്പോൾ അതിന് കുറച്ച് കാര്യമുണ്ട്, ഞാൻ പറഞ്ഞുതരാം. എതിർദിശയിൽ വരിക എന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾക്ക് എന്ത് പറയാം? 180 ഡിഗ്രി വരുന്ന സമയം എന്ന് പറയാം.
അപ്പോൾ ഇവിടെ ചോദ്യം 3 മണിക്കും 4 മണിക്കും ഇടയിൽ ക്ലോക്കിലെ മിനിറ്റ് സൂചികൾ എതിർ ദിശയിലെന്നോ അല്ലെങ്കിൽ എന്ത് ചോദിക്കാം 180 ഡിഗ്രിയിൽ വരുന്ന സമയം കൃത്യസമയം എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എങ്ങനെ ചെയ്യാം എന്ന് ഞാൻ പറയാം. നമ്മൾ വീണ്ടും ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ. നമ്മൾ ഇക്വേഷൻ എന്താണ് 60 എഴുതുക. നേരത്തെ നമ്മൾ എന്ന് 60A ആയിരുന്നു. ഇപ്പം അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യുക, +or-6/11 എന്നാണ് ഇക്വേഷൻ. നോക്കുക, അവിടെ ഒരു പ്ലസും മൈനസും വരുന്നു. എന്തുകൊണ്ട് വരുന്നു, എങ്ങനെ വരുന്നു എന്നുള്ള കാര്യത്തെ പറ്റി ഞാൻ പറയാം. ഇക്വേഷൻ എങ്ങനെയാ പറഞ്ഞത് 60A +or-6/11. എവിടെ പ്ലസ് എടുക്കണം എവിടെ മൈനസ് എടുക്കണം എന്നതിനെ പറ്റിയാണ് പറയാൻ പോണത്. ഇപ്പൊ നോക്ക്, ഇവിടെ A സമയം എത്രയായിരിക്കും 3 ആയിരിക്കും. നോക്ക്, 3നും 4നും ഇടയിൽ എന്നാ പറഞ്ഞത്. അപ്പൊ A സമയം എത്രയാണ് 1 നമുക്കറിയാം. എടാ A സമയം 1 എങ്കിൽ നമ്മൾ നോക്കണം, സോറി A സമയം 1 A സമയം എത്രയാണ് 3 A സമയം 3 എങ്കിൽ നമുക്കിവിടെ 3 എഴുതി കഴിഞ്ഞാൽ മൈനസ് ഇടാൻ പറ്റുമോ? 3 - 6 നെഗറ്റീവായി പോകും. ഒരു കാരണവശാലും നെഗറ്റീവ് വരരുത്. ഇവിടെ വരുന്ന സംഖ്യ 6-നെക്കാട്ടി വലുതാണെങ്കിൽ എന്തുപയോഗിക്കുക, മൈനസ് ഉപയോഗിക്കുക. 6-നെക്കാട്ടി ചെറുതാണെങ്കിൽ എന്തുപയോഗിക്കുക, 6-നെക്കാട്ടി ചെറുതാണെങ്കിൽ എന്തുപയോഗിക്കുക. 6 ആണെങ്കിലും എന്തിനു ഉപയോഗിക്കണം, 6 ആണെങ്കിലും അവിടെ എന്തിനു ഉപയോഗിക്കണം, പ്ലസ് ഉപയോഗിക്കണം. 7, 8, 9, 10, 11, 12 സമയങ്ങളാണ് വരുന്നതെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ഉപയോഗിക്കാം, മൈനസ് ഉപയോഗിക്കാം. അപ്പോൾ എന്താണെന്നത് ക്ലിയർ ആയി. നമുക്ക് നോക്കാം 60. ഇനി നമ്മുടെ ഇക്വേഷൻ നമുക്കറിയാം എന്താണ്, 3 എഴുതി. ഇവിടെ സ്വാഭാവികമായിട്ട് നമ്മൾ ഇടേണ്ടത് എന്താണ്, പ്ലസ് ആണ്, 6/11 എന്നാണ്. അപ്പൊ നമുക്ക് ആൻസർ എഴുതി നോക്കാം. 60 എഴുതി, ഇനി ഇൻറ്റു ഇടുന്നു. 6 3 എത്രയാണ്, സോറി 6 3 എത്ര 9 ആണെന്ന് കിട്ടി, /11 ആണ് അല്ലേ. അപ്പോൾ 6 9 54, 540/11. 540/11. 540 നമുക്ക് എന്ത് ചെയ്യാം, 11 കൊണ്ട് ഭാഗിച്ച് നോക്കാം. 540 ഭാഗം 11 4 44 0 1 0. അപ്പോൾ 100 വരുന്നത്. അപ്പോൾ എന്ത് വരും, 9 99 ശിഷ്ട 1. അപ്പോൾ ആൻസർ എന്ത് വരും നമുക്ക് നോക്കാം. ആൻസർ നമുക്കൊന്ന് എഴുതി നോക്കാം. ആൻസർ നമ്മൾ എഴുതുന്നത് എന്താ, 3 മണി ആദ്യം എഴുതുക, 3. അത് കഴിഞ്ഞ ശേഷം ബാക്കി എഴുതാൻ പോകുന്നത് 49. ഇനി ഒരു ഫ്രാക്ഷൻ കൊടുത്തറ 1/11 എന്ന് ആൻസർ. ഇതാണ് എക്സാക്ട് ടൈം. ഓക്കെ, ഒരെണ്ണം കൂടെ നമുക്ക് ചെയ്യാം, 1 2 എണ്ണം കൂടെ നമുക്ക് ചെയ്യാം. അപ്പോഴേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, നമ്മളിത് ക്ലിയർ ആവത്തുള്ളൂ കേട്ടോ. അപ്പോൾ നോക്കൂ, എങ്ങനെ ചെയ്യാം. ഇപ്പോൾ 7 മണിക്കും 8 മണിക്കും ഇടയിലാണ് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ നമുക്കറിയാം. എന്താ നമ്മുടെ ഇക്വേഷൻ, 60A എന്താണ്, +or-6/11 എന്നാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മളിവിടെ എന്താണ്, പ്ലസ് എടുക്കണോ മൈനസ് എടുക്കണോ നോക്കാം. A സമയം എത്രയാണ്, 7 ആണ്. A സമയം 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ എന്തെടുക്കും, 7ൽ നിന്ന് 1 കുറച്ച് 6 പറയാൻ പറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മൈനസ് എടുക്കാൻ പറ്റും അല്ലേ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താണ്, 60 7 - 6/11. നോക്കാം ഉത്തരം എത്രയും കിട്ടും നോക്കാം. 60 7 6 കുറയ്ക്കുമ്പോൾ 1/11. അപ്പോൾ എത്ര കിട്ടും, 60/11. 60/11 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, 55. 5/11 നോക്കാം. 55 60 കറക്റ്റ് ആണല്ലോ. 5/11. അപ്പോൾ ആൻസർ എന്ത് പറയണം, 7 5 5/11 എന്ന ആൻസർ. 7 5 5/11. 7 5 5/11 ആയിരിക്കും എന്താണ് എക്സാക്ട് എന്ത് വരും, എതിർ ദിശയിൽ വരുന്ന സമയം. ഒരെണ്ണം കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. ചെയ്യാം. അപ്പം നമുക്ക് എന്ത് ചെയ്യും, നമുക്കത് ക്ലിയർ ആവും. ഇപ്പോൾ എൻ്റെ സമയം ഇതാണ്, 2നും 3നും ഇടയിൽ. 2 to 3, 2നും 3നും ഇടയിൽ എന്നാണ് പറഞ്ഞേക്കുന്നത്. 2നും 3നും ഇടയിൽ എന്ന് പറയുമ്പോൾ നമ്മളെ ഇക്വേഷൻ എന്താ, 60A +or-6/11 ആണെന്ന് അറിയാം. നമുക്ക് എന്ത് ചെയ്യാം, വാല്യൂസ് കൊടുക്കാം. 60 എഴുതി, ഇവിടെ A ആണ്, 6-നെക്കാട്ടി ചെറുതാണ്. അപ്പോൾ എന്ത് ഇടണം, നമ്മൾ പ്ലസ് ഇടണം അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം, 2 + 6/11. 6 × 60 × 8/11 നോക്കാം എത്ര കിട്ടും നമുക്ക് നോക്കാം. 6 8 48 480/11. എന്ത് ചെയ്യാം, 480നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 4 44 40 3 33 7 ശിഷ്ടം. അപ്പോൾ ആൻസർ എന്ത് വരണം, ആൻസർ വരേണ്ടത് 2. 2 കഴിഞ്ഞിട്ട് പിന്നെന്താ ഉള്ളത്, 43. പിന്നുള്ളത് എന്ത് ഫ്രാക്ഷനാ, 7/11 എന്ന ആൻസർ. കണ്ടോ,
ഈസി ആയിട്ട് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? നമ്മൾ ആദ്യം പറഞ്ഞതും ഇപ്പം പറഞ്ഞതും. അപ്പോൾ ഒരു ദിവസം എത്ര തവണ എതിർദിശയിൽ വരും? ഒരു ദിവസം എത്ര തവണ എതിർദിശയിൽ വരും എന്ന് വെച്ചാൽ 22 തവണ എതിർദിശയിൽ വരും. എത്ര തവണ ഒന്നിക്കും? 22 തവണ ഒന്നിക്കും. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇനി ഞാൻ പറയാൻ പോണ ഒരു പോയിന്റ് നോക്കണേ, ശ്രദ്ധിച്ചിരിക്കുന്ന മുമ്പ് എക്സാമിന് ചോദിച്ചൊരു ചോദ്യമാണ്. എത്ര തവണ നേർരേഖയിൽ വരും എന്ന് ചോദിക്കാം. എത്ര തവണ നേർരേഖയിൽ വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നോക്കണം, എന്ത് ചെയ്യണം? പോയിന്റ് നോട്ട് ചെയ്ത് തന്നെ പഠിക്കണം. എത്ര തവണ 0 ഡിഗ്രി വരും എന്ന് വെച്ചാൽ 22 തവണ. എത്ര തവണ 180 ഡിഗ്രി വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ 22 തവണ. എത്ര തവണ നേർരേഖയിൽ വരും? നേർരേഖ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയാം. ഈ 12 മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിക്കേ, 12 മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സൂചികളും നേർരേഖയിൽ ഒറ്റ രേഖയായിട്ടാണ് തോന്നുന്നത്. ഇനി 6 മണി എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ഒറ്റ രേഖയായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ നേർരേഖ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ വരാം? 0 ഡിഗ്രി ആയിട്ടുള്ളതും വരാം, 180 ഡിഗ്രി ആയിട്ടുള്ളതും വരാം. അപ്പോൾ നേർരേഖയിൽ 0 ഡിഗ്രിയിൽ 22 തവണ വരും, 180 ഡിഗ്രിയിൽ 22 തവണ വരും. അങ്ങനെ മൊത്തം എത്ര ഡിഗ്രി വരും? എത്ര തവണ വരും? 44 ടൈംസ് എന്തിൽ വരും? നേർരേഖയിൽ. അതുകൊണ്ട് ചോദ്യം വായിച്ച ആൻസർ സത്യമായിട്ട് എഴുതണം. എന്താ? ഒരേ ദിശയിൽ വരുന്നത് 22 തവണ, എതിർ ദിശയിൽ വരുന്നത് 22 തവണ, എന്നാൽ നേർരേഖയിൽ വരുന്നത് 44 തവണ, 44 ടൈംസ്. അപ്പോൾ അത് കൃത്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, തിരിഞ്ഞു പോകരുത്, കൃത്യമായി മനസ്സിലാക്കി തന്നെ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. അവിടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, വീണ്ടും നമ്മളിൽ ഒരു ചോദ്യമുണ്ട്. 90 ഡിഗ്രി വരുന്നതിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ 2 ഇക്വേഷൻസ് പഠിച്ചു. നമ്മൾ എങ്ങനെയൊക്കെ പഠിച്ചു? നമ്മൾ ആദ്യം 60a/11 എന്ന് പറയുന്ന ഇക്വേഷൻ പഠിച്ചു. അതിനുശേഷം 60 ഇൻറ്റു a പ്ലസ് ഓർ മൈനസ് എന്താണ് 6/11 എന്ന് നമ്മൾ പഠിച്ചു. ഇനി അടുത്തത് 90 ഡിഗ്രിയിൽ വരുന്ന എക്സാക്ട് ടൈമിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. 90 ഡിഗ്രിയിൽ വരുന്ന എക്സാക്ട് ടൈമിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെയാണ്, ശ്രദ്ധിച്ചിരിക്കുക. 60 ഉണ്ട്, a പ്ലസ് ഓർ മൈനസ് 3/11. 6ന്റെ സ്ഥാനത്ത് ആര് വന്നു? 3 വന്നു. ദാറ്റ്സ് ഓൾ. 6ന്റെ സ്ഥാനത്ത് ആര് വന്നു? 3 വന്നു. എ എന്താണ്? 60a പ്ലസ് ഓർ മൈനസ് 3. നേരത്തെ പോലെ തന്നെയാണ് എന്തെടുക്കേണ്ടത്? എയുടെ വാല്യൂ എടുക്കേണ്ടത്. ഇപ്പൊ നോക്ക്, 7 മണിക്കും 8 മണിക്കും. അപ്പൊ ഇക്വേഷൻ എങ്ങനെയാവും? 60. എത്ര? എ എത്രയാണ്? 7 ആണ്. ഇവിടെ മൈനസ് എടുക്കാം. 7 മൈനസ് 3/11. അപ്പൊ നോക്കാം, 60 ഇൻറ്റു 4/11. 6 4 24, 240/11. നോക്കാം, 240 ഭാഗം 11, 2 22, എത്ര? 20 അല്ലേ? 20, 1 11 9. ആൻസർ എന്ത് വരും? യെസ്, ആൻസർ കൃത്യമായിട്ട് പറയണമെങ്കിൽ 7 എഴുതി, അതിനുശേഷം 21 എഴുതി, അടുത്തത് 9/11 എന്ന് ആൻസർ കണ്ടോ? എക്സാക്ട് ടൈം കണ്ടോ? 90 ഡിഗ്രി വരുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പം 3 ഇക്വേഷൻസ് ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അത് 3 എണ്ണവും എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ഓർത്ത് തന്നെ വെക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യരുത്? തിരിഞ്ഞു പോകരുത്. ഇപ്പോൾ നോക്കുക, 10 മണിക്കും 11 മണിക്കും ഇടയിൽ ക്ലോക്കിൽ മിനിറ്റ് മണിക്കൂർ സൂചികൾ 90 ഡിഗ്രി വരുന്നത്. അപ്പോൾ 10 to 11 ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും നമ്മൾ ഇക്വേഷൻ? 60 എഴുതി, a പ്ലസ് ഓർ മൈനസ് 3/11 ആണെന്ന് എഴുതി. അപ്പോൾ എന്ത് ചെയ്തു? 60 എഴുതി. അതിനുശേഷം എയുടെ വാല്യൂ എത്രയാണ്? 10 മൈനസ് 3 ആണ് വരുന്നത്. /11 നമുക്ക് ചെയ്യാം. ആൻസർ എന്ത് വരും? 60 ഇൻറ്റു 10 3 ആകുമ്പോൾ 7 ആണ് 11 അല്ലേ? 6 7 36 6 7 42, 420/11 ആണ് വരുന്നത്. നോക്കാം, 420നെ എത്രയോട് ഭാഗിക്കാം? 11 കൊണ്ട് അല്ലേ? 3 വരും, 33 വരും, 9 വരും അല്ലേ? 0 വരും, 8 വരും, ബാക്കി എത്ര? 2. അപ്പോൾ ആൻസർ എന്ത് വരും? 1038. ഈ 38 ആണ് എഴുതിയിരിക്കുന്നത്. 1038 2/11 എന്ന് ആൻസർ കണ്ടോ? മിക്സർ ഫ്രാക്ഷൻ എഴുതുക. ദാറ്റ്സ് ഓൾ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ അത് ക്ലിയർ ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, പോയിന്റുകൾ എന്ത് ചെയ്യരുത്? അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. 3 ഇക്വേഷൻസ് ആണ് പറഞ്ഞത്. എങ്ങനെയൊക്കെയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ പറഞ്ഞിരിക്കുന്ന ഇക്വേഷൻ ഇങ്ങനെയാണ്. ആദ്യം പറഞ്ഞത് 0 ഡിഗ്രി എന്നാണ് പറഞ്ഞത്. 0 ഡിഗ്രിയുടെ ഇക്വേഷൻ നമുക്കറിയാം, 60a/11 എന്ന് പറഞ്ഞു. അടുത്ത നമ്മൾ 180 ഡിഗ്രിയാണ് പറഞ്ഞത്. 180 ഡിഗ്രിയുടെ ഇക്വേഷൻ 60a പ്ലസ് ഓർ മൈനസ് 6/11 എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ എന്താ പറഞ്ഞത്? 90 ഡിഗ്രിയാണ് പറഞ്ഞത്. 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താ? 60a പ്ലസ് ഓർ മൈനസ് 3/11 എന്ന് പറഞ്ഞു. ഇത് ഒരുമിക്കും അല്ലെ? ഒരുമിക്കുന്നത് ഇതെന്താണ്? എതിർ ദിശയിൽ
എതിർ ദിശ ഇതെന്ത് 90 ഡിഗ്രിയിൽ തന്നെയാണ്, 90 ഡിഗ്രിയിൽ വരുന്നത്. അങ്ങനെ തന്നെ ചോദിക്കുക. അപ്പോൾ ഈ 3 പോയിന്റുകൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഓർത്ത് വയ്ക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യരുത്, ഒരു കാരണവശാലും തിരിഞ്ഞു പോകാൻ പാടുള്ളതല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിരിക്കുന്നത് ക്ലോക്കിലെ കോണുകളുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ സൂചികൾ എന്താണ് 90 ഡിഗ്രി, 0 ഡിഗ്രി, 180 ഡിഗ്രി ഒക്കെ വരുന്ന എക്സാക്ട് ടൈമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് പറഞ്ഞ പോയിന്റ്സുകളെല്ലാം നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പം കൃത്യമായി ഓർക്കുക, നമുക്ക് ഒരേ ദിശയിൽ വരുന്നത് 22 തവണ, എതിർദിശയിൽ വരുന്നത് 22 തവണ. ഇനി ഞാൻ പറഞ്ഞില്ല 90 ഡിഗ്രി വരുന്നത് എത്രയാണ്, 44 തവണ. 90 ഡിഗ്രി വരുന്നത് എത്ര തവണയാണ്, 44 തവണ ഒരു ദിവസം എന്താണ് സൂചികൾ 90 ഡിഗ്രിയിൽ വരും, 44 ടൈംസ് കേട്ടോ. ഇനി മറ്റൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഒരൊറ്റ കാര്യം കൂടെ പറയാനുണ്ട്. എന്താണ് അതിനകത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ശ്രദ്ധിച്ചിടണം. എന്താണ് നേർരേഖയിൽ വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്, അത് 44 തവണയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യരുത്, തിരിഞ്ഞു പോകരുത്. 0 ഡിഗ്രി ഒരേ ദിശ എത്ര, 22 തവണ. പിന്നെ പറഞ്ഞെന്താണ് 180 ഡിഗ്രി എതിർദിശ എത്ര, 22 തവണ. പിന്നെ നേർരേഖയിൽ വരുന്നത് എത്രയാണ്, 44. 90 ഡിഗ്രി വരുന്നതും എത്രയാണ്, 44 ആണ്. പിന്നെ ഇക്വേഷൻസ് ഒന്നും എന്ത് ചെയ്യരുത്, മറന്നു പോകരുത്. അപ്പോൾ ഇന്ന് പറഞ്ഞ ടോപ്പിക്കുകൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക. വീണ്ടും നമുക്ക് അടുത്തൊരു സെക്ഷനുമായിട്ട് കാണാം. അതുവരേക്കും ഗുഡ് ബൈ, ഓൾ ദി ബെസ്റ്റ്.